ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള നിർണായക യോഗം പാറ്റ്നയിൽ ചേർന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ രാജ്യത്ത് 17 കോടിയോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി കേന്ദ്ര സർക്കാർ. അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകളുമായി ഇന്ന് അടിയന്തര യോഗം ചേരും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായി നടത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പട്നയിലെ വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര പോലീസ് സേനകൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്ബീന്ദർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിശദീകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് മാധ്യമങ്ങളെ കാണും. കഴിഞ്ഞ 6 വർഷത്തിനിടെ രാജ്യത്ത് 17 കോടിയോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി കേന്ദ്ര സർക്കാർ. 2023-24 കാലയളവിൽ രാജ്യത്തെ തൊഴിലവസരങ്ങൾ 64 കോടി 33 ലക്ഷമായി ഉയർന്നെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 2017-18 സാമ്പത്തിക വർഷത്തിൽ തൊഴിലവസരങ്ങൾ 47 കോടി 50 ലക്ഷമായിരുന്നു. 6 വർഷത്തിനിടെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്ന് 3.2% കുറഞ്ഞെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 8-ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും വിഷൻ 2035 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ UK സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് കീഴിലുള്ള വിവിധ മേഖലകളിലെ പുരോഗതി വിലയിരുത്തും. അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ സാധാരണ പൌരന്മാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവയുടെ നികുതി കുറച്ചത് മധ്യവർഗ ദരിദ്ര കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിഷ്കാരങ്ങൾ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയും രാജ്യത്തുടനീളമുള്ള വീടുകളിൽ സന്തോഷവും ആശ്വാസവും നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിൽ ചുമയുടെ മരുന്ന് കുടിച്ച് കുട്ടികൾ മരണപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഒരു സുപ്രധാന യോഗം ചേരും. ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ആരോഗ്യ സെക്രട്ടറിമാരും ഡ്രഗ് കൺട്രോളർമാരും പങ്കെടുക്കും. ഓൺലൈനായാണ് യോഗം ചേരുക. ഉദ്ധംപൂർ വിമാനത്താവളം പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ അന്തിമമാക്കിയതായും നിർദ്ദിഷ്ട കിഷ്ത്വാർ വിമാനത്താവളം ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ജമ്മുകാശ്മീർ വ്യോമയാന പദ്ധതികൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും പ്രദേശവാസികൾക്ക് സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് താങ്ങാനാവുന്ന യാത്രാ സൌകര്യം ഒരുക്കുന്നതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. 7 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ 1 വർഷത്തേക്ക് സൌജന്യമാക്കി. ഏകദേശം 6 കോടി കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആധാർ നൽകുമ്പോൾ അടിസ്ഥാന രേഖകളായി ഫോട്ടോ, പേര്, ജനനത്തീയതി, ലിംഗം, വിലാസം തുടങ്ങിയ വിവരങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. 15 വയസ്സ് തികയുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ വീണ്ടും പുതുക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം പൂജാ അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം നാളെ വീണ്ടും ചേരും. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നാളെ നടക്കും. 2025 മലയാള ഭാഷാ ബിൽ, 2025 കേരള പൊതുസേവനാവകാശ ബിൽ ഉൾപ്പെടെയുള്ള വിവിധ ബില്ലുകളുടെ അവതരണവും ഉണ്ടാകും. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ശേഷം മാതൃക്ഷേത്രങ്ങളിലേക്കുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്കയാത്ര തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം ഇന്നലെ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങൾ നെയ്യാറ്റിൻകരയിലെ വിശ്രമത്തിന് ശേഷം ഇന്ന് രാവിലെ മടക്കയാത്ര തുടർന്നു. ഇന്ന് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം നാളെ വൈകുന്നേരം പത്മനാഭപുരത്ത് എത്തും. ഹോമപുരക്കുളത്തിലെ ആറാട്ടിന് ശേഷം നാളെ സരസ്വതി ദേവിയെ തേവാരക്കെട്ടിൽ പൂജയ്ക്കിരുത്തും. കുമാരസ്വാമി വിഗ്രഹത്തെ നാളെ വൈകുന്നേരം വേളിമലയിലേക്ക് എഴുന്നള്ളിക്കും. കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ പൂജയ്ക്കിരുത്തുന്ന 301 വിഗ്രഹത്തെ ചൊവ്വാഴ്ച ശുചീന്ദ്രത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്കയാത്ര സമാപിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ചോദ്യം ചെയ്യലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി. ദേവസ്വം വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്ന് ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് സൂചന. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് പരിശോധിക്കും. കണ്ണിന്റെ കാഴ്ചക്കുറവും ദേഹത്തെ പരിക്കുകളും കാരണം പാലക്കാട് ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാന PT അഞ്ചാമിന് തുടർ ചികിത്സ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നിലവിൽ കഞ്ചിക്കോട് പന്നിബട ഭാഗത്ത് തുടരുന്ന ആനയെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. വനം വകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയ്ക്ക് ചികിത്സ നൽകുക. 1 മാസത്തോളം നിരീക്ഷിച്ച ശേഷമായിരിക്കും തുടർ ചികിത്സ തീരുമാനിക്കുക. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുന്ന കാര്യവും ആലോചിക്കുന്നുണ്ടെന്ന് വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിലവിൽ ആനയുടെ ഇടത് കണ്ണിന് കാഴ്ചക്കുറവും തോളെല്ലിന് പരിക്കും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൽ മുറിവുകളും ഉണ്ട്. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ 2ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് മത്സരം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. 6 സ്വർണം ഉൾപ്പെടെ 18 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നവദീപ് ഇന്ന് മത്സരിക്കും. മത്സരത്തിന്റെ അവസാന ദിനമായ ഇന്ന് ഇന്ത്യക്ക് പരമാവധി 7 മെഡലുകൾ നേടാൻ സാധിക്കും. ഇന്ന് ലോക അധ്യാപക ദിനം. സമൂഹത്തിന്റെ വളർച്ചയിൽ അധ്യാപകരുടെ സംഭാവനകളെയും പ്രയത്നങ്ങളെയും അഭിനന്ദിക്കുകയും വിലയിരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അധ്യാപനത്തെ കൂട്ടായ്മയുടെ തൊഴിലായി പുനർനിർമ്മിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക അധ്യാപക ദിന പ്രമേയം. ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പ്രത്യേക പതിപ്പിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള 10,500-ലധികം വ്യത്യസ്ത സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടിയിൽ എണ്ണമറ്റ അധ്യാപകർ പങ്കെടുക്കുന്നതായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. അമേരിക്ക നിർദ്ദേശിച്ച ഗാസ വെടിനിർത്തൽ കരാർ അന്തിമമാക്കുന്നതിനായി ഹമാസ് ഇസ്രായേൽ ചർച്ചകൾ ഇന്ന് കെയ്റോയിൽ ആരംഭിക്കും. പലസ്തീൻ തടവുകാർക്കായി ഇസ്രായേൽ ബന്ദികളെ കൈമാറുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുമെന്ന് ഈജിപ്തിന്റെ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധി സംഘം അറിയിച്ചു. അതേസമയം ചർച്ചകൾക്കിടയിലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ 70 പലസ്തീനികളോളം കൊല്ലപ്പെട്ടു. പശ്ചിമബംഗാളിന്റെ വടക്കൻ മേഖലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ 13 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഡാർജിലിംഗ് ജില്ലയിലെ മിരിക്കിൽ ഇരുമ്പ് പാലം തകർന്ന് 9 പേരും സുഖ്യ പ്രദേശത്ത് മണ്ണിടിച്ചിലിൽ 4 പേരുമാണ് മരിച്ചത്. നിരവധി സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അറബിക്കടലിൽ ശക്തി ചുഴലിക്കാറ്റ് തീവ്രത പ്രാപിച്ചതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഹാരാഷ്ട്രയിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലും ശക്തമായ കാറ്റും തുടരാൻ സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബീഹാറിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ കെടുതികളിൽ 16 പേർ മരിച്ചു. മുസാഫർപൂർ, ജഹനാബാദ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ദുഃഖം രേഖപ്പെടുത്തി. 2008 ദേശീയപാത ടോൾ ഫീസ് നിരക്കുകൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. പുതിയ നിയമമനുസരിച്ച് ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ പണമായി നൽകേണ്ട ഫീസ് ഇരട്ടിയാക്കി. അടുത്ത മാസം 15 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. കൈത്തറി, കരകൌശല, തുണിത്തര ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാൻ സ്വദേശി ക്യാമ്പയിനുമായി ടെക്സ്റ്റൈൽസ് മന്ത്രാലയം. തദ്ദേശീയ വസ്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, യുവജനങ്ങൾക്കിടയിൽ ഇന്ത്യൻ വസ്ത്രങ്ങളെ അഭിമാനത്തിന്റെയും ഫാഷന്റെയും ചിഹ്നമായി ഉയർത്തിക്കാട്ടുക, ആത്മനിർഭർ ഭാരത് ആശയത്തിന് പ്രാധാന്യം നൽകുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പട്നയിൽ നിർണായക യോഗം ചേർന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ രാജ്യത്ത് 17 കോടിയോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി കേന്ദ്ര സർക്കാർ. അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകളുമായി ഇന്ന് അടിയന്തര യോഗം ചേരും.
15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.